പ്രസാദ് എന്ന പ്രേക്ഷകനുണ്ട് എറണാകുളത്ത് നിന്ന്. ശ്രീ പ്രസാദ്, സുരേഷ് ഗോപിയുടെ വാക്കുകൾ കൈവിട്ടു പോകുന്നുണ്ടോ? അത് തിരുത്താൻ പാർട്ടിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ രീതിയിൽ ന്യായീകരണം അദ്ദേഹം പറഞ്ഞത് അതല്ല മറ്റൊന്നാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപിയുടെ പറഞ്ഞ ക്ലിപ്പിംഗ് നിങ്ങൾക്കൊന്ന് കാണിക്കാവോ? കാണിച്ചല്ലോ ഇതിന്റെ തുടക്കത്തിൽ. എവിടെ കാണിച്ചു? കാണിച്ചു. താങ്കൾ ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ തുടക്കം കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഞാൻ കണ്ടില്ല. അല്ല, നിങ്ങൾ ഈ കുറ്റവിചാരണ നടത്തുന്നതിന് മുമ്പ് എന്താണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്? എന്താ കേട്ടിരുന്നോ? താങ്കൾ കേട്ടിരുന്നോ? ഇല്ലെന്നേ. നിങ്ങൾ പറയൂ, എന്താണ് എന്നാ താങ്കൾക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അത് കേൾപ്പിക്കാം. ഒന്ന് PCR ഒന്ന് കേൾപ്പിക്കാം. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. കേട്ടോ? എന്താണ് അതിൽ തെറ്റെന്താണ്? തെറ്റില്ലെങ്കിൽ തെറ്റില്ല എന്ന് പറഞ്ഞോളൂ. മറ്റേ മോനെ എന്ന് വിളിക്കുന്നത് തെറ്റല്ല അല്ലെ? മറ്റേ മോനെ വിളിച്ചില്ലല്ലോ. നിങ്ങൾ ആവശ്യമില്ലാത്ത കുറ്റവിചാരണ നടത്തുന്നതിനാ. അല്ല, തെറ്റില്ലെങ്കിൽ ഇതിപ്പോ ശോഭാ സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് മറ്റേ മോനെ എന്നല്ല പൊന്നു മോനെ എന്നാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പൊന്നു മോനെ എന്നാണ്. അതെന്തിനാ അങ്ങനെ പറയേണ്ടി വന്നത്? മറ്റേത് തെറ്റല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്താ നിങ്ങളാണോ സമാധാനന്റെ വായിക്കരെ സംസാരിക്കുന്നത്? ശോഭാ സുരേന്ദ്രന്റെ വായിക്കരെ നിങ്ങളെന്തിനാ സംസാരിക്കുന്നത്? ആ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞോളും. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞില്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അതന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് നിങ്ങള് ശോഭാ സുരേന്ദ്രൻ ഇന്നത് പറയണമെന്ന് പറയാൻ നിങ്ങൾ ആരാണ്? മറ്റേ മോനെ എന്ന് വിളിച്ച് ശരിയാണോ? അങ്ങനെ പ്രയോഗിക്കാം ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്ന് അല്ലെ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഈ അരവട്ടന്മാരൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാണ് ശരി. അല്ല, പ്രസാദ് ഇപ്പൊ കേട്ടത് എന്താ? ഞാൻ കേട്ടത് അത് തന്നെയാണ്. പ്രസാദ് ഇപ്പൊ കേട്ടത് പൊന്നുമോനെ എന്നാണോ? അത് തന്നെ ഞാനും കേട്ടത്. ഓക്കെ, വളരെ നന്ദി ശ്രീ പ്രസാദ്. അപ്പോ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. അപ്പോ പ്രസാദ് കേട്ടതുപോലെ അങ്ങനെ ഇരിക്കട്ടെ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ?